മണിക്കൂർ വരെ പോകണം. എങ്ങനെ പോകും? ഫോണിൽ വട്ടം കറങ്ങാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകൾ കുറയായി. ഇത് നമ്മളെ വട്ടം കറക്കി ആപ്പിലാക്കുമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കൊട്ടിഘോഷിച്ച് സംസ്ഥാന സർക്കാർ എങ്ങനെ തുടങ്ങിയ പദ്ധതിയായിരുന്നു ഇത്? ഇനി ഏതായാലും ഈ വണ്ടി കാത്തു നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റൊരു വണ്ടി പിടിക്കുന്നതാവും നല്ലത്. ചേട്ടാ, തമ്പാനൂര് ഞങ്ങൾ കുറച്ചു നേരം എല്ലാവരെയും വിളിച്ച് അവിടുത്തെ ക്ലാസ് എല്ലാം തന്നു. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഭയങ്കര ഗുണമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് യാതൊരു ഉപയോഗവും നമുക്കില്ല. അതിൻ്റെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ഷൈൻ ചെയ്ത് നടന്നതാണ്. ഞങ്ങൾക്ക് ടെമ്പററി പോസ്റ്റിൽ ജോലി കിട്ടിയ പവറായിരുന്നു. ആ സ്റ്റിക്കറൊക്കെ കിട്ടും. കേരള സവാരി ഇതല്ലേ, അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടൊന്നും രക്ഷയില്ല. ഇതെല്ലാം സർക്കാരിൻ്റെ പറ്റിപ്പാണ്. ഇങ്ങനെ ആഘോഷമാക്കിയിട്ടും കേരള സവാരി ആപ്പുകൾ ക്ലച്ച് പിടിക്കാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? 2022 ഓഗസ്റ്റിൽ സർക്കാർ തുടങ്ങിയ ഓൺലൈൻ ടാക്സി സർവീസ്. പോലീസ് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം തെരഞ്ഞെടുത്ത ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി ആപ്പും തുടങ്ങി. ആപ്പ് പണിമുടക്കിയതോടെ സവാരി പെരുവഴിയിലായി. സ്വകാര്യ ടാക്സി സർവീസുകൾ ഉയർന്ന കമ്മീഷൻ നൽകി ഡ്രൈവർമാരെ ആകർഷിച്ചതോടെ കേരള സവാരിയുടെ ഓട്ടം നിലച്ചു. യാത്രയും കമ്മീഷനും കുറവായതോടെ ഡ്രൈവർമാർക്ക് വഴിയില്ലാതായി. നിരക്ക് കുറവായതിനാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാത്തിരുന്നെങ്കിലും വാഹനം കിട്ടാഞ്ഞതോടെ യാത്രക്കാരും പിന്മാറി. ഏറെ പ്രതീക്ഷയോടെ കേരള സർക്കാർ തുടങ്ങി വെച്ച പദ്ധതിയാണ് എങ്ങും എത്താതെ നിൽക്കുന്നത്. കേരള സവാരി കൊണ്ട് യാത്രക്കാരനോ ഡ്രൈവർക്കോ ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ആപ്പുകൾ തുടങ്ങി അത് ജനങ്ങളെ വട്ടം കറക്കി ആപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.